ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പ്ലെയിൻ കളർ ഷോളിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാമെന്നാണ്. അതായത് ഒരു പ്ലെയിൻ കളർ ഷാൾ നമുക്ക് വളരെ പെട്ടെന്ന് പാർട്ടി വെയർ ഷോളാക്കി മാറ്റാം. അതിന് യൂസ് ചെയ്തിരിക്കുന്നത് ലേസും അതുപോലെ തന്നെ വൈറ്റ് കളർ ക്ലോത്തിൻ്റെ പീസും സ്റ്റിച്ച് ചെയ്തിട്ടാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ ടോപ്പിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബോർഡർ ഞാൻ വൈറ്റിലാക്കിയിരിക്കുന്നതും അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ കളർ ലേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഷോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജോർജറ്റ് ക്ലോത്താണ് വാങ്ങിയിരിക്കുന്നത്. അത് കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയത്. സാധാരണ ഒരു ഷോളിന് 2.25 മീറ്ററാണ് വേണ്ടത്. പക്ഷേ എനിക്ക് എപ്പോഴും ലെങ്ത്ത് കൂടിയ ഷോളാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 2.5 മീറ്റർ വാങ്ങാറുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വാങ്ങുന്നത് കൊണ്ട് 2.5 മീറ്റർ വാങ്ങുന്നതേ ഉള്ളൂ. 2.25 മീറ്ററാണ് വേണ്ടത്. അതിന് ബോർഡർ കൊടുക്കാൻ ഞാൻ വാങ്ങിയിരിക്കുന്നത് കാഞ്ചി സിൽക്ക് ടൈപ്പുള്ള ഒരു വൈറ്റ് കളർ ക്ലോത്താണ്. കുറച്ച് ഷൈനിങ് ഉണ്ട്. അതുകൂടാതെ ചെറിയ രീതിയിലൊരു ലൈൻസും ഉണ്ട് അതിന്. പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്നത് ലേസാണ്. ഇതിന് മീറ്ററിന് 28 രൂപ എങ്ങാനുമാണ് റേറ്റ് വരുന്നത്. പല റേറ്റിലും വലിപ്പത്തിലുമുള്ള ലേസുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ കുറച്ചധികം തന്നെ ലേസ് വാങ്ങിയിട്ടുണ്ട്. ടോപ്പ് കൂടി ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ലേസ് കുറച്ചധികം ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഷോൾ ഞാൻ കട്ട് പീസായിട്ട് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി വീതി ഉണ്ടാവും. ഒരു ഷാലിനെ അപേക്ഷിച്ച് ഒത്തിരി വീതി ഉണ്ടാവും. അങ്ങനെ വീതി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും ഷോളിൻ്റെ വീതി കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കളർ ആയതുകൊണ്ട് തന്നെ 2 സൈഡിൽ നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. ഒരു കളർ മുഴുവൻ കട്ട് ചെയ്തെടുത്താൽ ഒരു കളറേ കാണുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സൈഡിൽ നിന്നും കട്ട് ചെയ്തു. സിംഗിൾ കളറാണെങ്കിൽ നിങ്ങൾ ആ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വീതി എടുത്ത് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വൈറ്റ് കളർ, അതായത് ബോർഡർ വെക്കാനുള്ള ക്ലോത്ത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഇതേപോലെയുള്ള കരഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം. കണ്ടോ, ഓരോ 2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 2 ഇഞ്ച് വരുന്ന പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലും അര ഇഞ്ച് പോകുമ്പോൾ ബാക്കി 1 ഇഞ്ച് വീതിക്കാണ് നമ്മൾ ബോർഡർ കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ വീതി വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 7 പീസൊന്നും വേണ്ടി വരില്ല. ഞാൻ വീതി കുറച്ചുകൊണ്ട് എനിക്കൊരു 6 പീസ് മാത്രം മതിയാവുമായിരിക്കും. പക്ഷേ ഞാൻ 7 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത ഓരോ പീസും ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ 2 പീസിൻ്റെയും നല്ല വശം വരുന്ന വിധം വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു അര ഇഞ്ച് വിട്ടിട്ട്, കൂടുതലൊന്നും വിടേണ്ട, ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത എല്ലാ പീസും ഇങ്ങനെ അര ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു വലിയ ചരട് പോലെ ആക്കി. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത എല്ലാ ഭാഗവും ഓപ്പൺ ചെയ്തിട്ട് നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ആ സ്റ്റിച്ചിങ് പോയിൻ്റ് 2 ഭാഗത്തേക്കും വെച്ചിട്ട് കണ്ടോ ഇതേപോലെ അയൺ ചെയ്ത് ഫ്ലാറ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ ഷാളിൻ്റെ മോശം വശത്ത് ഈ പീസിൻ്റെ നല്ല വശം വെക്കുക. ഇപ്പോൾ നമ്മൾ മോശം വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് പിന്നീട് തിരിച്ചിടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഷോളിൻ്റെ മോശം വശത്ത് ക്ലോത്തിൻ്റെ നല്ല വശം വെച്ചിട്ട് അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ആ ഒരു സൈഡ് ഇതേപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരേപോലെ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ആ ഒരു ഭാഗം മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് പോകാം. കണ്ടോ, ഇവിടെ ഈ സ്റ്റിച്ചിങ് പോയിൻ്റ് വരുമ്പോൾ അത് 2 ഭാഗത്തേക്കും വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബോർഡർ പീസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ക്ലോത്ത് നന്നായി നൂലിളകി വരുന്ന ഒരു ക്ലോത്താണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് ആ ഒരു കോർണർ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ആ ഒരു കോർണർ എത്തിക്കഴിഞ്ഞാൽ അവിടെ സൂചി ഒന്ന് ഫോക്കസ് ചെയ്യുക. അതിനുശേഷം ഫൂട്ട് പൊന്തിച്ചതിന് ശേഷം നമ്മുടെ ഈ ബോർഡർ പീസ് മറ്റേ സൈഡിലേക്ക് ഇതേപോലെ നീക്കി വെക്കാം. അതിനുശേഷം ഫൂട്ട് താഴ്ത്തി ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ, ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ഭാഗം കണ്ടോ, ആ ഒരു കോർണർ ഭാഗം കൂടി നിൽക്കുന്നുണ്ടാവും. അത് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങോട്ടേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കാണിച്ച അതേ മെത്തേഡിൽ തന്നെ ഇതിൻ്റെ ബാക്കി 3 കോർണറും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ആ വൈറ്റ് പീസ്, അതായത് ബോർഡർ പീസ് പുറത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ആ ഷോളിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യാം. വൈറ്റ് പോയിന്റിൽ ജോയിൻ്റ് ചെയ്യാൻ പാടില്ല. എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള ഭാഗം അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം.
കണ്ടോ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ ഈ വൈറ്റ് ഭാഗത്തേക്ക് വന്നിട്ടില്ല, കറക്റ്റ് നമ്മുടെ ഷോളിൻ്റെ ഭാഗത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാലൻസ് ഉള്ള ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിടാം. കണ്ടോ, ഇത് നല്ല വശത്തേക്ക് 2 പീസും ഒരേപോലെ നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ല വശത്താണുള്ളത്. ഇതേപോലെ നല്ല വശത്ത് വെച്ചതിന് ശേഷം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റ് മുതൽ നമുക്കിതാ ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നല്ല വശത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ എൻഡ് വശത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് ആ ഒരു സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടി. കോർണർ ഭാഗം മാത്രം എപ്പോഴും ഇങ്ങനെ ഷോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു കോർണർ പോയിന്റിലെത്തി. അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ഇതേപോലെ കറക്റ്റ് ആ ഒരു പോയിന്റ് വലിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അവിടെ സൂചി ഫോക്കസ് ചെയ്യാം. അതിന് ശേഷം ഫൂട്ട് പൊന്തിക്കുക. എന്നിട്ട് കണ്ടോ, ഇതേപോലെ നിങ്ങൾ ശരിക്കും വീഡിയോ ശ്രദ്ധിക്കുക. കണ്ടോ, ഇതേപോലെ മാറ്റി വെക്കുക. നേരത്തെ ഇങ്ങോട്ടുണ്ടായതുപോലെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ കോർണർ മറ്റേ വശത്തേക്ക് മാറ്റി വെച്ചിട്ട് ക്ലോത്ത് ഒന്ന് തിരിച്ച് പിടിച്ചിട്ടാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തും ഇതേപോലെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കോർണർ പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് എൻഡിങ് പോയിന്റിലെത്തി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്ഥലത്ത് തന്നെ എത്തി. അപ്പോൾ ആ ഒരു ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ആ ഒരു ഷോളിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. കണ്ടോ, ഇതേപോലെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യതാ ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗം പുറത്ത് കാണാതിരിക്കാൻ നമ്മൾ ഇതേപോലെ കോണ് പോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ ആ സ്റ്റിച്ചിങ് പോയിന്റ് 2 വശവും കാണില്ല. കറക്റ്റ് ആ ഒരു ത്രികോണ ഷേപ്പ് വരികയും ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഇതേപോലെ താഴ്വശം, അതായത് മുകളിൽ വരുന്ന ഭാഗമല്ല, താഴെ വരുന്ന ഭാഗത്തെ ഇതേപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഫൂട്ട് പ്രസ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇവിടെയും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോർണർ പോയിന്റ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നൂല് വലിയുന്ന ക്ലോത്ത് ആയതുകൊണ്ട് നൂലൊക്കെ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടോ നമ്മളത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ക്ലോത്ത് വലിച്ച് പിടിക്കാനോ അല്ലെങ്കിൽ നീട്ടി വെക്കാനോ ഒന്നും പാടില്ല. ഫ്രീ ആയി വെച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നിച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും വേണ്ട. സാവധാനം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് കോർണർ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ കറക്റ്റ് ഇതേപോലെ വെച്ചിട്ട് ഷാളിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യാം. വൈറ്റിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ട. നമ്മൾ എപ്പോഴും ചെയ്ത് ശീലമായാൽ നമുക്ക് ഡയറക്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ ബിഗിനേഴ്സിന് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെയാണ് നല്ലത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ചിങ് പോകുന്നില്ല. നമ്മൾ ഫൂട്ട് പൊന്തിച്ചു. എന്നിട്ട് കണ്ടോ, ഇതുപോലെ വലിച്ച് കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഒരു ഭാഗം ഞാൻ മടക്കുമ്പോൾ തന്നെ ആ ഒരു സൈഡ് ത്രികോണ ഷേപ്പിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഷേപ്പ് കിട്ടും ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് മുന്നേ തന്നെ കണ്ടോ, ഇത് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് അവിടെയും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു സൈഡിൽ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുക. അതിന് ശേഷം കറക്റ്റ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. കണ്ടോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം അത് ഊരി നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ എത്തി. അവിടെ പോയിൻ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് നമ്മുടെ ഈ കോർണർ ഭാഗത്ത് മുകളിലേക്ക് ആ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ആ ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഫൂട്ട് പൊന്തിച്ചതിന് ശേഷം നേരെ തിരിച്ച് താഴേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഒന്നിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. കണ്ടോ, അതിന് ശേഷം നമ്മൾ അവിടെ സൂചി ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ഫൂട്ട് പൊന്തിച്ചിട്ട് വീണ്ടും 1/2 ഇഞ്ച് അവിടെയും ഫോൾഡ് ചെയ്യുക. ഈ ഒരു വശത്തേക്കാണ്, മറ്റേ വശത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അങ്ങോട്ടേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കോർണറും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തി. അവിടെ തന്നെയാണ് നമ്മുടെ എൻഡിങ് പോയിന്റും. അതും നമുക്ക് ഇതേപോലെ 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് പോവാം. കണ്ടോ, ഇവിടെ സ്റ്റിച്ച് ചെയ്ത്
ഇവിടെ എത്തിയതിന് ശേഷം ഒന്ന് നിർത്താം. അതിനുശേഷം ഈ ഒരു സൈഡ് കണ്ടോ, ആ ഒരു സൈഡ് സ്റ്റിച്ചിങ് ഒന്നുമില്ല, അത് അതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നതില്ലേ, അതേപോലെ ഉള്ളിലേക്ക് ഒരു കോണായി മടക്കിയതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ നമ്മൾ അവിടെയും സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകൾ വശത്ത് കണ്ടോ ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് ആ മുകൾ വശത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഫിനിഷിങ് ഇതേപോലെ ഉണ്ടാകും. ഇത് മാത്രം മതിയെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഷാൾ യൂസ് ചെയ്യാം. അതിനൊന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിന് ഗോൾഡൻ കളർ ലേസ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കറക്റ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ലേസ് എടുത്തിട്ട് ഇതിൻ്റെ അടിവശത്താണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ ഇതേപോലെ സൈഡ് ഒന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതേപോലുള്ള ലേസ് ആവണമെന്നില്ല, ഇങ്ങനെയും വേണമെങ്കിൽ വെക്കാം കേട്ടോ. വേറെ തരം ലേസ് ആണെങ്കിൽ ഇതേപോലെ ഈ ഒരു ഭാഗത്തും നമുക്ക് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ഹൈലൈറ്റ് ആവുകയും ചെയ്യും. പല ടൈപ്പുള്ള ലേസുകളും നമുക്കിന്ന് അവൈലബിൾ ആണ്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 സൈഡിലും ഞാൻ ഇതേപോലെ മുഴുവനായും ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡ് മാത്രം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ 2 സൈഡും വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് ഈ ഒരു കോർണർ പോയിന്റിൽ എത്തുമ്പോൾ ഇത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. കാരണം ആ ഒരു ഭാഗത്ത് ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ആ ഒരു പോയിന്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ വെച്ചിട്ട് ഒരു ചെറിയ മടക്ക് കൊടുക്കുക. കണ്ടോ, ആ കാണുന്നത് പോലെ ഒരു മടക്ക് കൊടുത്തിട്ട് അവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനിവിടെ ഫൂട്ടൊന്ന് മാറ്റുന്നുണ്ട്. സിബ്ബർ ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം ഈ ലേസിന് കുറച്ച് ബീഡ് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഈസിയായി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതേപോലെ സിബ്ബർ ഫൂട്ട് യൂസ് ചെയ്യാം. അല്ലാതെയും നമുക്ക് ഈസിയായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ ലേസിൻ്റെ കറക്റ്റ് കളർ എനിക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല, ഇതിനേക്കാളും ഒന്നുകൂടി ഭംഗിയുണ്ട് ഈ ലേസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലേസ് നമുക്ക് ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കോർണർ പോയിന്റിൽ നിന്ന് വേണം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇതേപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. ഇവിടെയും ഞാൻ പറയുന്നു, ഒന്ന് വലിച്ച് പിടിക്കാനോ ടൈറ്റാക്കി വെച്ചിട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. വളരെയധികം ഫ്രീ ആക്കി വെച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് പൊളഞ്ഞ പോലെ ഉണ്ടാവും. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടോ ഇവിടെ കോർണർ പോയിന്റിലെത്തി, അവിടെ സൂചി ഫോക്കസ് ചെയ്ത് എൻഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം ലേസും അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തും തിരിച്ചു പിടിക്കാം. കണ്ടോ, അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുക. ലേസിൻ്റെ ആ ഒരു കോർണറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം ലേസ് ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ആ ഒരു ഭാഗവും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി 3 വരുന്ന കോർണറും ചെയ്തെടുക്കാം. അങ്ങനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഫിനിഷിങ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തി, അത് തന്നെയാണ് എൻഡിങ് പോയിന്റും. പക്ഷേ ഈ ലേസ് ഇളകി പോകുക അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് മറ്റേ ലേസിൻ്റെ അതേപോലെ ഫോക്കസ് ചെയ്ത് വെച്ചതിന് ശേഷം ആ അളവിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗവും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും ബാക്കിയില്ല. 2 കളർ ഷോളാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. മുകളിൽ ഒരു കളറും താഴ്വശത്ത് വേറൊരു കളറും. അപ്പോൾ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ ഭാഗത്തും ലേസ് വെച്ചതുകൊണ്ട് അങ്ങനെയൊരു ഗുണം കൂടിയുണ്ട്. ഇതോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.